ഹായ്, ഞാൻ അശ്വതിൻ്റെ വ്ളോഗിൽ ആദ്യമായി എൻ്റെ ഫസ്റ്റ് ഡേ ആണ്. അപ്പം ഇന്ന് ഞാൻ അശ്വതിൻ്റെ അടുത്ത് പറയാൻ പറ്റുന്ന ടോപ്പിക് എന്താ, ഗുഡ് സൈഡ്സ് ആൻഡ് ബാഡ് സൈഡ്സ് ഓഫ് MBBS. MBBSന് കുറേ ഗുഡ് സൈഡ്സ് ആൻഡ് ബാഡ് സൈഡ്സ് ഉണ്ട്. അത് ഓൾമോസ്റ്റ് ഈക്വൽ അവരെ. ഗുഡ് സൈഡ് വെച്ചാൽ ഇറ്റ്സ് ഒബ്വിയസ്, ദ റെസ്പെക്ട് യു ഗെറ്റ് ഫ്രം ദ സൊസൈറ്റി. And it's kind of a show off also, which is true. And if you use something like a idiosyncrasy or idiopathic, some words like that, which common people doesn't know, അതൊരു ഗമിയല്ലേ, അതാണ് വൺ ഓഫ് ദ ഗുഡ് സൈഡ്സ്. എൻ്റെ ഒരു വ്യൂ പോയിന്റിൽ പറയുകയാണെങ്കിൽ എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത് റെസ്പെക്ട്. ബാക്കിയുള്ളവരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു റെസ്പെക്ട്, ഇപ്പോൾ ഈവൻ ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റ് ആയ നമുക്ക് വരെ അത് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു ഭയങ്കര ഒരു ഗുഡ് സൈഡ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ എല്ലാവരും പറയണ ലൈക്ക് ഹെക്റ്റിക്കാണ്, നമുക്ക് ലൈക്ക് പഠിത്തം മാത്രമായി പോവും അങ്ങനെ പറയണ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ലൈക്ക് ഹെക്റ്റിക്കാണ്, ലൈക്ക് യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ ഒക്കെ സമയത്തൊക്കെ ഭയങ്കര ഹെക്റ്റിക്കായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയണ ഇപ്പോൾ എനിക്കെൻ്റെ പണ്ട് ഞാൻ പോയിരുന്ന കലോത്സവം ഐറ്റംസ് ലൈക്ക് ഡാൻസും പാട്ടുമൊക്കെ എനിക്ക് ഇപ്പോഴും കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ലൈക്ക് അതിപ്പം കൊണ്ടുവന്നത് കൊണ്ട് എനിക്കൊരു പഠിത്തത്തിനെ ബാധിക്കണവരെ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ ലൈക്ക് അങ്ങനെയൊന്നും ലൈക്ക് വിചാരിക്കണമെന്ന് എനിക്ക് തോന്നണം. ലൈക്ക് നമുക്ക് എല്ലാം ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റും. ഗുഡ് സൈഡ് എന്നെ സംബന്ധിച്ചിടത്തോളം ദ ബെസ്റ്റ് തിങ് ഇസ് ഇറ്റ്സ് എ പ്രിവിലേജ്. ഞാൻ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നൊരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ OBG വാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രസവ വാർഡിലേക്ക് ഇപ്പോൾ ഞാൻ പലപ്പോഴും കാണാറുണ്ട് കുറേ ആണുങ്ങളൊക്കെ ഒരു ഭാര്യമാർ പ്രസവിക്കുന്നത് കാണാൻ വേണ്ടി പുറത്ത് നിൽക്കുന്നുണ്ടാവും. പക്ഷെ അപ്പം നമ്മുടെ കൂടെയുള്ള സിബിലിന് അങ്ങോട്ട് കയറാൻ വേണ്ടി പറ്റും. അത് ഞാൻ ഉദ്ദേശിച്ച പ്രിവിലേജ്. അതായത് നമുക്ക് പിന്നെ ഒരു അമ്മ പ്രസവിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇത്ര സിസേറിയൻ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടി ആദ്യം ഈ ലോകത്തേക്ക് വരുന്ന കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ സത്യം പറഞ്ഞാൽ അതൊരു പ്രിവിലേജ് ആണ്. ആൻഡ് അതുപോലെ തന്നെ ഭയങ്കര റെസ്പെക്റ്റാണ് സൊസൈറ്റിയിൽ. ഇപ്പോൾ എന്താ പറയുക, ഒരു ഭയങ്കര കോൺഫിഡൻസുമാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ റാൻഡമായ ഒരാൾ കണ്ട് അവരുടെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, അവന് എന്താ ചെയ്യുന്നത്, താൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ എം MBBS സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഭയങ്കര പ്രൗഡായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഗുഡ് സൈഡ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എനിക്കിത് ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ ഈവൻ എക്സാമിൻ്റെ തലേക്ക്, ഇപ്പോൾ ഫാർമക്കോളജി എക്സാമിൻ്റെ തലേന്ന് ഒരുപാട് പഠിക്കാനുണ്ടെങ്കിൽ ഐ എം തിങ്കിങ്, അത് വായിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന ഭാവം എന്ത് തന്നെ സബ്ജക്റ്റാണ്, എനിക്കിത് പഠിക്കാനുള്ള ഭാഗ്യം ഉണ്ടായല്ലോ. അതാണ് MBBS സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം ഗുഡ് സൈഡ് എന്ന് പറയാം. നല്ലൊരു പ്രൊഫഷനാണ്. സർവീസ് മൈൻഡഡ് പീപ്പിൾസിനൊക്കെ ഒപ്റ്റ് ചെയ്യാൻ വേണ്ടി സെക്യൂർ ജോബ് കിട്ടും. ആൾക്കാരായിട്ട് എങ്ങനെ സംസാരിക്കണം എന്നുള്ളൊരു ഇൻട്രോവേർട്ട് ആയവരൊക്കെ ഒരു എക്സ്ട്രോവേർട്ട് രീതിയിലോട്ട് വരേണ്ടി വരും. അപ്പം പേഷ്യൻസിനായിട്ട് സംസാരിക്കാനും കാര്യങ്ങളൊക്കെ അറിയാനും. ഓക്കെ, സോ ഐ ആം എ ഡിഫറെൻ്റ്ലി ഏബിൾ സ്റ്റുഡൻറ്റ്. അപ്പോൾ എനിക്ക് MBBS എന്തുകൊണ്ടാണ് അതിൻ്റെ ഗുഡ് സൈഡ്സും ബാഡ് സൈഡ്സും പറയുകയാണെങ്കിൽ, ഗുഡ് സൈഡിൽ ഏറ്റവും ആദ്യം ഞാൻ പറയുന്നത് പറഞ്ഞാൽ ഒരു സ്റ്റേബിൾ ജോബാണ്. അപ്പോൾ നമ്മളുടെ പോലത്തെ കുട്ടികൾക്ക് ഒരു സ്റ്റെബിലിറ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതിന് MBBS ഭയങ്കര ഹെൽപ്പ് ചെയ്യും. നമ്മൾ മുന്നിൽ പോയിട്ട് നമുക്ക് ഈ ഒരു ഡിഗ്രി ഉണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് കുറേ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് തുറന്നു കിട്ടും. അതിപ്പോൾ റിസർച്ച് ആയാലും അല്ലെങ്കിൽ ക്ലിനിക്കൽ വർക്ക് ആയാലും. പിന്നെ വേറെ ഒന്നും ഞാൻ പറയേണ്ടത് പറഞ്ഞാൽ റിട്ടയർമെൻറ്റ് ഇല്ലാത്തൊരു ജോബാണ് MBBS. അപ്പോൾ നമുക്ക് എത്ര വർഷം വരെ നമുക്ക് വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ വെച്ചാൽ നമുക്കൊരു സെൽഫ് സഫീഷ്യൻ്റ് ആയിട്ട് നമുക്കത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. നല്ല റെസ്പെക്റ്റ് കിട്ടും, അതാണ് എനിക്ക് മെയിൻ കാരണം. നാട്ടുകാരിൽ ഇപ്പം തന്നെ ചോദിക്കാൻ തുടങ്ങി, ലൈക്ക് എന്താ ഈ റിപ്പോർട്ട് എടുത്തിട്ട് ഇങ്ങനെ വരുന്നത്. അതുപോലെ ഒരു സെർട്ടൺ എമൗണ്ട്, ലൈക്ക് ബേസിക് ജോബിനെക്കാളും കുറച്ചും കൂടുതൽ എമൗണ്ട് നമുക്ക് MBBS വെച്ച് ഏൺ ചെയ്യാൻ പറ്റും. സാധാ ഗവൺമെൻറ് ജോലി കിട്ടുന്നതിനെക്കാട്ടും ഒരു ഗവൺമെൻറ് ഡോക്ടർ കിട്ടുന്ന സാലറി കുറച്ചും കൂടി കൂടുതലാണ് അസ്യൂം ചെയ്യുന്നത്. സോ ബേസിക്കലി റെസ്പെക്ട് ഇതും ആണ്. പിന്നെ കുടുംബക്കാരും കുറച്ച് വില തരുന്നത് ഒരു MBBS കിട്ടാണെങ്കിൽ നല്ല വിലയുമാണ്. Then the bad sides coming to it, records. You will be fed up writing records. അത്രക്കുണ്ട് എഴുതാൻ. എല്ലാ വർഷവും റെക്കോർഡ്, ലോഗ് ബുക്ക്, മറ്റേത് ഇറ്റേത് അസൈൻമെന്റ്സ്, ഇറ്റ്സ് ഹെക്ടിക്. മറ്റേ പഠിക്കുന്നതിനെക്കാട്ടും യു വിൽ ബി റൈറ്റിംഗ് റെക്കോർഡ്സ്. ദാറ്റ്സ് ദ വേഴ്സ്റ്റ് തിങ് ഐ ഫൈൻഡ് അബൌട്ട് MBBS. പിന്നെ ബാഡ് സൈഡ് എന്ന് പറയാൻ എല്ലാവർക്കും തോന്നുന്ന ഒരു ബാഡ് സൈഡ് ഓഫ് MBBS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ സമയം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കമില്ലാതെ പഠിക്കണം. ലൈക്ക് ഇപ്പം നമ്മളൊക്കെ, ഇപ്പോൾ എൻ്റെ റൂംമേറ്റ്സ് ഞാനൊക്കെ ലൈക്ക് എക്സാമിൻ്റെ സമയത്ത് 2 hours ഒക്കെ ഉറങ്ങാറുള്ളൂ. അപ്പോൾ ആ ഒരു ഉറക്കമില്ലാതെ ഹെൽത്ത് പോകണ മാതിരി നമുക്ക് തോന്നും. പക്ഷെ ബാഡ് സൈഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പോലത്തെ കുട്ടികൾക്ക് ഇത് ഭയങ്കര വർക്ക് ഇൻറ്റൻസീവാണ്. ഇതിനിപ്പോൾ HS ഒക്കെ ആകുമ്പോഴത്തേക്കും ഭയങ്കര പണിയെടുക്കണം, വലിയ 48 hour ഷിഫ്റ്റ് അങ്ങനെയൊക്കെയാണ്. പിന്നെ വേറെ എന്ന് പറഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാ ഹോസ്പിറ്റലിലും നന്നാവില്ല. അപ്പോൾ അങ്ങനെ ഒരു നല്ല ഇൻഫ്രാസ്ട്രക്ചറുള്ള ഹോസ്പിറ്റൽ കിട്ടാന്ന് പറഞ്ഞാൽ തന്നെ ലക്കാണ്.
അപ്പോൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഗുഡ് സൈഡ്സ് നല്ലതാണ്, അതിൻ്റെ ഫ്യൂച്ചറും നല്ലതാണ്. പക്ഷേ ബാഡ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താലേ നമുക്ക് മുന്നിൽ പോയിട്ട് നന്നായിട്ട് ഒരു MBBS സ്റ്റുഡൻ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. ഹെൽത്ത് എന്ന് വെച്ചാൽ ഭയങ്കര ഹെൽത്ത് ഫിസിക്കലി ഡിമാൻഡിങ് പ്രൊഫഷനാണ്. പോണ പോലെ തോന്നിയിട്ടുണ്ട്. എനർജി ഒക്കെ നല്ല ഡ്രെയിൻ ആവും. കുറേ കണ്ടൻസ് ഉണ്ട്, എല്ലാം കൂടി തലയിൽ ഇങ്ങോട്ട് കയറ്റുമ്പോൾ ഒന്നായിട്ട് പെരുത്ത് വരും, ഭ്രാന്തൊക്കെ കയറും. MBBS കഴിഞ്ഞ് ഇതിങ്ങനെ ഓരോന്നുണ്ടാവും, ഒന്ന് കഴിഞ്ഞാൽ അടുത്തത്, അങ്ങനെ 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 പോകണം. ഇതിനൊരു എൻഡിങ് ഉണ്ടാവില്ല. So bad sides are like 10 years of your most precious years of life, that is 18 to 25. ഈ years of life നിങ്ങൾ ഇതിനു വേണ്ടി മാത്രം ഡെയിലി അസൈൻമെന്റ്സ്, സ്ലീപ്ലെസ് നൈറ്റ്സ്, ഹെക്ടിക്കായി തോന്നിയിട്ടുണ്ടോ? ഭയങ്കരമായി തോന്നിയിട്ടുണ്ട്. എസ്പെഷ്യലി ഡ്യൂറിങ് ലൈക്ക് യൂണിവേഴ്സിറ്റി എക്സാംസ്, ഈവൻ ഡ്യൂറിങ് നോർമൽ ലൈക്ക് അസൈൻമെന്റ്സ് സ്റ്റാക്ക് ചെയ്തിരിക്കുക, ബാക്ക്ലോഗ്സ്, ഇതെല്ലാം ഒരു ഇമ്മൻസ് അവിടെ പ്രഷറാണ്. ദിസ് മേക്സ് ഇറ്റ് നോട്ട് വർത്ത് ഇറ്റ്. അതാണ് ഒരു ബാഡ് സൈഡായി തോന്നുന്നത്. ഇനി ഇപ്പം ഇൻക്രീസ് ചെയ്യുന്ന വയലൻസ് അഗെയിൻസ്റ്റ് ഡോക്ടേഴ്സ്, ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നത് ലൈക്ക് ഇറ്റ്സ് നോട്ട് വർത്ത് ഇറ്റ്. ഇനിയിപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയാലും എന്തെങ്കിലും പബ്ലിക്കിനെ ഒരു അടി കിട്ടിയിട്ട് നമ്മൾ ഒരു ദിവസം ഒപ്പിന്ന് ഇറങ്ങുമെന്ന് പേടി എപ്പോഴും എനിക്കുണ്ട്. ഡോക്ടർ ആവാണ്ടിരിക്കുന്നത് ഇപ്പം നല്ലതെന്ന് എൻ്റെ പ്രവർത്തനം. പക്ഷെ എന്നാലും പബ്ലിക്കിന് വേണ്ടിയിട്ട് ഒരു എൻ്റെ ഒരു ഡെഡിക്കേഷനോട് ഞാൻ എന്നാലും ട്രൈ ചെയ്യും കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഗുഡ് സൈഡ് ഓഫ് ദി MBBS. ബ്ലൂപ്പറിൽ വേണമെങ്കിൽ വരുത്താം. ബ്ലൂപ്പറിൽ നല്ല പേരുണ്ട്, ഇടയ്ക്ക് കട്ട് ചെയ്തോണ്ടിട്ടാണ്. അപ്പം ഗുഡ് സൈഡ് ഓഫ് ദി MBBS നല്ലൊരു പ്രതിഭാസമാണ്. ഇതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളയും. വെറുതെ അതൊക്കെ പറയാം. കുറച്ചുകൂടി തന്നെ